വ്യാസവിരചിതമായ പുരാണങ്ങളിൽ 18 പുരാണങ്ങളാണ്. അതിൽ 18ാമത്തെ പുരാണം എന്നാണ് ഭാഗവതത്തെ വിശേഷിപ്പിക്കുക. ഭാഗവതത്തിന് ഒരുപാട് വിശേഷണങ്ങൾ ഇനി വരും. ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലൗകീരേണ ഭാഷിതം. ഇത് കേവലം ഒരു പുരാണം അങ്ങനെ മാത്രം ചിന്തിച്ചാൽ പോരാ, ശാസ്ത്രം എന്നുകൂടി ഒരു വിശേഷണം. നമുക്ക് നല്ല അറിവിനെ തരുന്ന ഒരു ഉത്തമമായ ശാസ്ത്രം എന്ന രീതിയിൽ ഭാഗവതം പ്രകാശിക്കുന്നു. ഇനി പറയും, സർവവേദേതിഹാസാനാം സാരം സാരം സമുദ്ധൃതം. സർവവേദാന്ത സാരം യത് ഭാഗവതത്തിന്റെ മറ്റൊരു വിശേഷണമാണ്. 4 വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും മറ്റെല്ലാ പുരാണങ്ങളുടെയും സാരം. സാരം എന്നാൽ സത്ത, അതാണ് ശ്രീമദ് ഭാഗവതം. ആമൂലാഗ്രം രസം തിഷ്ഠേൻ. ആമൂലാഗ്രം രസം, അങ്ങനെയുള്ളൊരു ഉത്തമമായ ഫലമാണ്, പഴമാണ് ശ്രീമദ് ഭാഗവതം. നാളെ ഭാഗവതത്തെ സ്തുതിക്കുന്നത് നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം. ശ്രീമദ് ഭാഗവതം നിഗമകൽപതരോർഗളിതം ഫലം, വേദമാകുന്ന വൃക്ഷത്തിലുണ്ടായ ഏറ്റവും സ്വാദുകരമായ ഒരു പഴം, ഒരേ ഒരു പഴം, അതാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ ഭാഗവതത്തിന് ഇങ്ങനെ അനവധി വിശേഷണങ്ങളാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. നൈമിഷ തപോവനത്തിലാണ് ഭാഗവത പുരാണത്തിന്റെ ആരംഭം. മാഹാത്മ്യവും തുടങ്ങിയത് അങ്ങനെയാണ്. സൂത ശൗനക സംവാദം. വരാൻ പോകുന്നത് കലിയുഗമാണ് എന്ന് ജ്ഞാനദൃഷ്ടിയിലൂടെ തിരിച്ചറിഞ്ഞ ശൗനകാദികൾ എന്ന് പേരായ ഒരു കൂട്ടം ഋഷീശ്വരന്മാര് കലിദോഷങ്ങളെ ഒരു പരിധിവരെയെങ്കിലും തരണം ചെയ്യാൻ, അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സത്സംഗം, സത്കർമ്മം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ശൗനകൻ എന്ന കുലപതിയുടെ നേതൃത്വത്തില് ഒരു കൂട്ടം ഋഷീശ്വരന്മാർ. പക്ഷെ എവിടെ വെച്ച് എങ്ങനെ സത്കർമ്മം ചെയ്യണം എന്ന് മാത്രം അവർ തീരുമാനിച്ചില്ല. കലിദോഷമില്ലാതാവാൻ കുറെ സത്കർമ്മങ്ങൾ ചെയ്യണം എന്ന് മാത്രം. കലി കടന്നു വരാത്തൊരു സ്ഥാനം ഇതിന് വേണം എന്നായി. അങ്ങനെ ഒരു സ്ഥാനം ശൗനകാദികൾക്ക് കണ്ടെത്താൻ കഴിയാതിരുന്നത് കൊണ്ട് അവര് ബ്രഹ്മദേവന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു. ബ്രഹ്മദേവൻ ഒരു സ്ഥലം പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ലെന്നാണ്. നോക്കണേ, കലിയുഗത്തില് കലിക്ക് കടന്നു വരാൻ കഴിയാത്തൊരു സ്ഥലം ഏതാണെന്ന് ബ്രഹ്മദേവന് പോലും കൃത്യം പറയാൻ പറ്റുന്നില്ല. ബ്രഹ്മദേവൻ യോഗശക്തി കൊണ്ടൊരു ചക്രം സൃഷ്ടിച്ചു. എന്നിട്ട് അത് സാവധാനം തട്ടി ഉരുട്ടിവിട്ടു. ഋഷീശ്വരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇതിന്റെ പിന്നാലെ പോയിക്കോളൂ. എവിടെ എത്തുമ്പോഴാണോ ഈ ചക്രം നശിച്ച് ഇല്ലാതാവുന്നത് അത് പരിപാലനമായ സ്ഥലമാണ്, അവിടെ സത്കർമ്മം ചെയ്യാം. ചക്രത്തിന്റെ പിന്നാലെ ഋഷീശ്വരന്മാര് സഞ്ചരിച്ചു. അങ്ങനെ പുണ്യമായ ഹിമാലയത്തിന്റെ തെക്കേ താഴ്വര ഇന്നത്തെ ഭാരതഭൂമിയിലെത്തി. പുണ്യമായ ആ ഭാരതഭൂമിയില് ഈ ചക്രം നശിച്ചില്ലാതായി. സംസ്കൃത ഭാഷയിലെ നേമി എന്ന വാക്കിന് മലയാളത്തില് ചക്രം എന്നർത്ഥം. ശീർണം എന്ന പദത്തിനർത്ഥം നശിക്കുക. നേമി ശീർണമായ സ്ഥാനം നൈമിഷം, നൈമിഷാരണ്യം, തപോവനമായി മാറി. ആ പുണ്യമായ തപോവനത്തില് സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഋഷീശ്വരന്മാരുടെ മുന്നിലേക്ക് വ്യാസശിഷ്യനായ സൂതപൗരാണികൻ കടന്നു വരുന്നു. വരുന്ന ആളിന്റെ യോഗ്യത അറിയാവുന്ന ശൗനകാദികൾ എഴുന്നേറ്റു അദ്ദേഹത്തെ പൂജിച്ചു, നമസ്കരിച്ചു. അവരെക്കാൾ ഉന്നതമായൊരു പീഠത്തിലേക്ക് ഇരുത്തി. എന്നിട്ട് ചില സംശയങ്ങൾ ചോദിച്ചു. നമ്മുടെ മാഹാത്മ്യം ആരംഭിച്ചത് അങ്ങനെയാണ്.
ഇപ്പൊ നമ്മൾ ഇവിടെ ദർശിക്കുന്നത് പോലെ ഒരു സത്സംഗം നൈമിഷ തപോവനത്തിൽ ആരംഭിച്ചു. അവിടെ കഥ പറയുന്ന ആള് വ്യാസശിഷ്യനാണ്, സൂതൻ എന്നാണ് വിളിപ്പേര്. രോമഹർഷണൻ എന്ന് ഇദ്ദേഹത്തിന് ഒരു പ്രത്യേക പേരുണ്ട്, സൂതൻ എന്നൊരു വിളിപ്പേര്. ശൗനകാദികള് സൂതന്റെ യോഗ്യത ആദ്യ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു. അജ്ഞാനദ്വാന്ത വിധ്വംസ കോടി സൂര്യ സമപ്രഭാസൂത ആഖ്യാഹി കഥാസാരം മമ കർണരസായനം. എങ്ങനെയുള്ള സൂതന്റെ മുന്നിലാണ് അവരിയ്ക്കുന്നത് എന്നവർക്ക് നന്നായിട്ടറിയാം. അജ്ഞാനത്തിന്റെ ഊരിയിട്ട് എവിടെ ബാധിച്ചിട്ടുണ്ടോ അവിടെ ജ്ഞാനത്തിന്റെ ഒരു സൂര്യപ്രകാശത്തെ പ്രദാനം ചെയ്യാൻ കഴിയുന്ന സൂത. വിശേഷണം നോക്കൂ, അജ്ഞാനദ്വാന്ത വിധ്വംസ കോടി സൂര്യ സമപ്രഭ. എവിടെയും ജ്ഞാനത്തിന്റെ കോടി സൂര്യപ്രകാശത്തെ ചൊരിയാൻ കഴിയുന്ന സൂത. എന്നിട്ടാണ് ചോദിക്കുന്നു, മമകർണരസായനം, ഞങ്ങളുടെ കാതുകൾക്ക് ഏറ്റവും സുഖകരമായിട്ട് തോന്നുന്ന ഒന്നിനെ അങ്ങ് ഞങ്ങൾക്ക് ഉപദേശിക്കണേ. കർണരസായനം, ഈ കർണപുടങ്ങൾക്ക് രസം താല്പര്യം വരണം. ഇനി അത് മാത്രം പോരാ, ഈ കർണം ചെവിയെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രം പോരാ. ഭക്തി ജ്ഞാന വിരാഗാപ്ത വിവേകോ വർദ്ധതേ മഹാൻ മായാമോഹനിരാസശ്ച വൈഷ്ണവൈ ക്രിയതേ കഥം. അങ്ങ് ഉപദേശിക്കുന്ന പുരാണം ആര് കേൾക്കുന്നോ അറിയുന്നോ അവരുടെ ഉള്ളില് ഭക്തി ജ്ഞാന വൈരാഗ്യ വിവേകങ്ങളെ നേടിക്കൊടുക്കാൻ കഴിയണം. കേവലം ചെവിയുടെ സുഖം മാത്രം പോരാ, കേൾക്കുന്നവരിൽ ശരിയായ ഭക്തിയെ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന, അജ്ഞാനം നശിച്ച് ശരിയായ ജ്ഞാനം പകർന്നു കൊടുക്കാൻ കഴിയുന്ന, വിവേക വൈരാഗ്യങ്ങളെ നേടിക്കൊടുക്കുന്ന ഒരു പുരാണം. എന്താണ് ഭക്തി, എന്താണ് ജ്ഞാനം, എന്താണ് വൈരാഗ്യം, വിവേകം, അതൊക്കെ നമുക്ക് പിന്നൊരു ദിവസം അനുസ്മരിക്കാം. ഭക്തിക്കൊക്കെ വളരെ ഡെഫനിഷനും ഉദാഹരണങ്ങളും ഭാഗവതം നമുക്കുള്ള ദിവസം നമുക്ക് തരും. ഇനി പറഞ്ഞു, മായാമോഹത്തെ നിരാസം ചെയ്യുന്ന ഒരു പുരാണം. നിരാസം എന്ന വാക്കിന് പൂർണ്ണമായിട്ടില്ലാതാക്കുക, തുടച്ചു നീക്കുക എന്നൊക്കെ അർത്ഥം. ഇപ്പൊ കേൾക്കുന്നവരുടെ ഉള്ളിലുള്ള മായാമോഹത്തെ തുടച്ചു നീക്കാൻ കഴിയുന്ന ഒരു പുരാണം ഉപദേശിക്കണം. കഴിഞ്ഞില്ല. കൃഷ്ണപ്രാപ്തികരം ശശ്വത സാധനം തത് വദാധുന. കൃഷ്ണപ്രാപ്തിയിലേക്ക് എല്ലാവരെയും നയിക്കാൻ കഴിയുന്ന ഒരു പുരാണം, അതാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ശൗനകാദി ഋഷീശ്വരന്മാരുടെ ഇത്രയും വലിയ ചോദ്യത്തിനാണ് സൂതൻ ഒറ്റ വാക്കിൽ മറുപടി കൊടുത്തു. എങ്കിൽ നിങ്ങൾ കേൾക്കേണ്ടത് എന്നെ എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചു തന്ന ശ്രീമദ് ഭാഗവതമാണ്. സൂതനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വേദങ്ങളും 17 പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ വ്യാസമുഖത്ത് നിന്നാണ് ഗ്രഹിച്ചത്, ഹൃദിസ്ഥമാക്കിയതെങ്കിലും ശ്രീമദ് ഭാഗവതം മാത്രം കേട്ടത് ശ്രീശുകന്റെ മുഖത്ത് നിന്നാണ്. ശ്രീശുകന്റെ ഭാഗവത ഗുരുനാഥനായിട്ട് കണക്കാക്കുന്നത്, സൂതന്റെ ഗുരുനാഥനായി കണക്കാക്കുന്നത് ശ്രീശുക പരബ്രഹ്മ ഋഷിയ. ഗംഗാതീരത്തിരുന്ന പരീക്ഷത്തിന് ശ്രീശുകൻ 7 ദിവസങ്ങളിലായിട്ട് ഭാഗവതത്തെ ഉപദേശിക്കുന്നു. ആ സദസ്സിൽ ഇരുന്നാണ് സൂതൻ ഭാഗവതത്തെ കേട്ടു പഠിച്ചത്. അപ്പൊ ആ ഗുരുനാഥന്മാരെ ഒക്കെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണ് സൂതൻ പറയുന്നു, എങ്കിൽ കേൾക്കേണ്ടത് ഭാഗവതം തന്നെയാണ്. സജ്ജനങ്ങളെ, ഇവിടെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കൂ. ശൗനകാദികൾ ചോദിച്ച ഇത്രയും വലിയ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഭാഗവതം. കർണരസായനം,
ഭക്തിജ്ഞാന വിവേകങ്ങളെ വർദ്ധിപ്പിക്കുന്നത്, മായാമോഹത്തെ നശിപ്പിച്ച് എല്ലാവരെയും ഈശ്വര പദത്തിലേക്ക്, കൃഷ്ണപ്രാപ്തിയിലേക്ക് ഉയർത്തുന്നത്. ഇതിനെ സഹായിക്കുന്ന പുരാണവേദ മുട്ടനടി മറുപടി വന്നു, ഭാഗവതം മാത്രം. ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ ഒരു പ്രത്യേകത, ജന്മാന്തരേ ഭവേത് പുണ്യം തദാ ഭാഗവതം ലഭേത്. ജന്മാന്തര പുണ്യമുള്ള ആളുകളിലേക്ക് മാത്രം എത്തിച്ചേരുന്ന ഒന്നാണ് ഭാഗവതം. ഇന്നിവിടെ മാഹാത്മ്യ സദസ് ചടങ്ങ് ആരംഭിച്ചപ്പോൾ തന്നെ സൂചിപ്പിച്ചില്ലേ, ഈ 47 വർഷങ്ങളായി ഇടതടവില്ലാതെ ഭാഗവതത്തെ അനുഭവിക്കാൻ ഈ നാട്ടിലെ സജ്ജനങ്ങൾക്ക് ഭാഗ്യം സിദ്ധിച്ചു എങ്കിൽ നിസ്സംശയം നിങ്ങളെ ചൂണ്ടി പറയാം. എന്തു പറയാം? പൂർവജന്മത്തിൽ എന്തൊക്കെയോ പുണ്യം, സത്കർമ്മം ധാരാളമായിട്ട് ചെയ്ത ആളുകളാണ്. അല്ലെങ്കിൽ ഇതിനോടൊരു താല്പര്യം നമുക്കുണ്ടാവാൻ സാധ്യതയില്ല. ഈ ജന്മത്തിൽ ഭാഗവതം കേൾക്കണം എന്ന് ചിലർക്കൊരു താല്പര്യമില്ലേ? ഇപ്പൊ വീട്ടിൽ പോയി ഇരുന്നിരുന്നു എങ്കിൽ ധാരാളം കാര്യങ്ങൾ കാണാനും കേൾക്കാനും ചെയ്യാനും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതല്ല, ഈ 48ാമത് സപ്താഹജ്ഞാനയജ്ഞത്തിന്റെ മാഹാത്മ്യ സത്സംഗത്തിൽ ഒന്ന് പങ്കെടുത്തിട്ട് പോയാൽ മതി എന്നൊരു താല്പര്യം, ഒരാഗ്രഹം ഇരിക്കുന്ന സജ്ജനങ്ങളിൽ ഉണ്ടാക്കിയത് പൂർവജന്മം മുതൽ നമ്മളിലുള്ള ഒരു പുണ്യമാണ്. ഇപ്പൊ സപ്തമസ്കന്ധത്തിലേക്ക് വരുമ്പോൾ അത് നാരദ മഹർഷി യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കും. കർമ്മവാസന, പൂർവജന്മത്തിൽ എന്തൊക്കെയോ നമ്മൾ ഭാഗവതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പുണ്യമാണ് ഇപ്പൊ നമ്മളെ ഇതിനോട് അടുപ്പിക്കുന്നു. ചിലർക്ക് ഭാഗവതം കേട്ടാൽ മാത്രം പോരാ, ഇങ്ങനൊരു ഗ്രന്ഥം വാങ്ങി വീട്ടിൽ വയ്ക്കണം തോന്നിയിട്ടില്ലേ? ചിലർക്ക് അതുമായിട്ട് ഇത്തരം സത്സംഗങ്ങളിൽ വന്നിരിക്കണം, പാരായണം എനിക്ക് തെറ്റുകൂടാതെ ചെയ്യാൻ കഴിയണം എന്നൊരു താല്പര്യം. ഇപ്പൊ നാരായണീയത്തോടുള്ളതുപോലെ ഭാഗവതത്തോടും ഒരു താല്പര്യം അല്ലേ? എനിക്ക് തോന്നുന്നു കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വരെ ധാരാളം ആളുകൾ നാരായണീയത്തെ മാത്രം പഠിക്കാൻ ആഗ്രഹിച്ചവരാണ്. നാരായണീയമൊക്കെ ഒരുവിധം എല്ലാവരും പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴോ ഭാഗവതം പഠിക്കണമെന്നായി. ഇതെവിടെ പഠിപ്പിക്കും? ആര് പഠിപ്പിക്കാനുണ്ട്? പാരായണം ചെയ്യണമെന്നായി. ഇതിനോടുള്ളൊരു താല്പര്യം നമുക്ക് കൂടി വരുന്നു. ഇതിൻ്റെ അർത്ഥം ഒരു പൂർവജന്മ പുണ്യം നമ്മളിൽ എങ്ങനെയോ കടന്നു വന്നിട്ടുണ്ട്. ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ കർമ്മഫലം എന്നല്ല, ജന്മാന്തരേ ഭവേത് പുണ്യം തദാ ഭാഗവതം ലഭേത്. എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഈ ഭാഗവതത്തോടടുപ്പിക്കുന്ന ഘടകവതാ സജ്ജനങ്ങളെ. ഇപ്പൊ ധാരാളം അനുഭവങ്ങൾ പറയാൻ പറ്റും. ഒരിക്കലും ഭാഗവതത്തിന്റെ മുന്നിലേക്ക് എത്തിച്ചേരില്ല എന്ന് ചിന്തിച്ചിട്ടുള്ള പല ആളുകളും യാദൃച്ഛികമായിട്ടൊരു സുപ്രഭാതത്തിൽ ഇതിനോടൊരു താല്പര്യം വരുന്നു, ഇത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് പല യജ്ഞശാലകളിലും ഭാഗവതം അവർ പാരായണം ചെയ്യുന്നു, ആചാര്യന്മാരായിട്ടൊക്കെ പോകുന്നു. മറ്റ് മേഖലകളിലൊക്കെ പ്രവർത്തിച്ച ആളുകളുണ്ട്. ഒരു 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ് വരെയൊക്കെ മറ്റൊരു മേഖലയിൽ അവര് പ്രവർത്തിച്ചു. പെൻഷനൊക്കെ ആയി കഴിഞ്ഞ് സമയം കിട്ടിയപ്പോൾ അതുവരെ താല്പര്യം തോന്നാത്തൊരു താല്പര്യം ഭാഗവതത്തോട്. പിന്നെ പടിപടിയായിട്ട് അവർ ഉയർന്നു. നോക്കൂ, എന്നാൽ ഭാഗവതം നന്നായി പാരായണം പറയുന്ന അനേകം ആചാര്യന്മാരുടെ മക്കള് ഈ ഭാഗവതത്തോട് യാതൊരു താല്പര്യവും ഇല്ലാതെ ഈ ഒരു രംഗത്തേക്കേ വരാതെ മാറി നിൽക്കുന്നു. അത് നമ്മൾ കാണുന്നു. ഒരു കൂട്ടർ ഒട്ടും പ്രതീക്ഷിക്കാതെ ഭാഗവതം കയ്യിലെടുക്കുന്നു. മറ്റുള്ളവർക്ക് സാഹചര്യം ഒരുപാടുണ്ടായിട്ടും ഈ ഭാഗവതത്തോടൊരു താല്പര്യം ഉണ്ടാവുന്നില്ല. അപ്പൊ അതിന് കാരണം എന്താണെന്ന് അസുഖം പറഞ്ഞത്,
ഈ ജന്മത്തിൽ ചെയ്തതല്ല, ഏതോ ഒരു പൂർവജന്മ പുണ്യമാണ് ഭാഗവതത്തെ നേടിത്തരുന്നത്. ഇത് ശാസ്ത്രമായിട്ട് നമ്മൾ കണക്കാക്കണം. ഗണിതശാസ്ത്രമെന്നും ജീവശാസ്ത്രമെന്നും ജന്തുശാസ്ത്രമെന്നും അറിവ് തരുന്നതിനെയൊക്കെ ശാസ്ത്രം എന്നൊരു വിളിപ്പേരാണ് നമ്മൾ കൊടുക്കാറ്. അങ്ങനാണെങ്കിൽ നിത്യജീവിതത്തിൽ നമുക്ക് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാനുള്ള അറിവ് തരുന്ന ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. കേവലം ഭഗവാനിലേക്ക് ഉള്ള വഴി മാത്രമല്ല, ജീവിതം ധർമ്മനിഷ്ഠയോടുകൂടി നയിക്കാൻ കൂടി പ്രേരിപ്പിക്കുന്ന പുരാണമാണ് ഭാഗവതം. കേവലം ഭഗവത് പ്രാപ്തിക്ക് മാത്രമല്ല ശ്രീമദ് ഭാഗവതം, ഇഹത്തിലും പരത്തിലും ശ്രേയസ് എന്നാണ് ഭാഗവതത്തെ കുറിച്ച് പറയാം. ഇഹത്തിലെ ശ്രേയസ് എന്താ? നല്ല മനുഷ്യനാവുക. ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണ്? മറ്റുള്ളവരുടെ വേദനകളിലും വിഷമങ്ങളിലും ഒരു കൈത്താങ്ങ് ആവേണ്ടത് എങ്ങനെയാണ്? മറ്റൊരാളിൻ്റെ ദുഃഖം തൻ്റെ ദുഃഖം പോലെ കണ്ട് അതിനെ പരിഹരിക്കേണ്ടത് എങ്ങനെയാണ്? ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യനിൽ അടിസ്ഥാനമായിട്ടുണ്ടാവേണ്ട ഗുണഗണങ്ങളെ മുഴുവൻ നേടിത്തന്ന് ഭക്തിയെ നമ്മളിൽ വർദ്ധിപ്പിച്ച് ഈശ്വരനിലേക്ക് അടുപ്പിക്കുക. ഇങ്ങനെ ഒരു ശാസ്ത്രമേ ഉള്ളൂ ഭാഗവതം. ഭഗവാനിലേക്കുള്ള വഴി ഒരുക്കി തരുന്ന ഒരു ഉത്തമമായ ശാസ്ത്രമായിട്ട് ഭാഗവതം നിലകൊള്ളുന്നു. ഇനി പറഞ്ഞു, ഈ ശ്രീമദ് ഭാഗവതം പരീക്ഷിത്ത് മഹാരാജാവിന് ശ്രീശുക പരബ്രഹ്മർഷി ഗംഗാതീരത്തിരുന്ന് ഉപദേശിച്ചു. ശ്രീശുക പരബ്രഹ്മർഷി പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിക്കാനുണ്ടായ സാഹചര്യമൊക്കെ നാളെ വിസ്തരിച്ച് പറയും. സജ്ജനങ്ങൾക്കറിയാം, 7ാമത്തെ ദിവസം തക്ഷക ദംശനമേൽക്കും, മരണം സംഭവിക്കും. ശാപമുണ്ടായ പരീക്ഷിത്ത് ഗംഗാതീരത്ത് വന്നു പ്രായോപവേശം അനുഷ്ഠിച്ചു. ആഹാര നീഹാരാദികൾ കൂടാതെ ഭഗവത് ഭജനം. അങ്ങനെ ഗംഗാതീരത്തിരിക്കുമ്പോൾ ശ്രീശുകൻ എന്ന പരബ്രഹ്മ ഋഷി ഭഗവത് നിയോഗേന ഗംഗാതീരത്തേക്ക് പുറപ്പെട്ടു. നമ്മളൊന്ന് മനസ്സിൽ കണ്ടോളൂ. വ്യാസപുത്രൻ, ഒരു 16 വയസ്സുള്ള കൊച്ചുകുമാരൻ, അതിതേജസ്വി, വിഷ്ണു നിർദ്ദേശമനുസരിച്ച് ഗംഗാതീരത്തേക്ക് നടന്നു വരുന്നു. ഈ സമയം ഇന്ദ്രാദിദേവന്മാര് ഒരു വലിയ അമൃതകലശവുമായിട്ട് ശുഗപരബ്രഹ്മ ഋഷിയുടെ മുന്നിൽ ചെന്നു. ഭാവനയിൽ നമ്മൾ കണ്ടോളൂ. ശുഗപരബ്രഹ്മ ഋഷിയുടെ മുന്നിൽ ആ അമൃതകുംഭം വെച്ച് നമസ്കരിച്ചു, യാചിച്ചു. ദേവന്മാര് സ്വതവേ അങ്ങനെ യാചന ചെയ്യുന്നതല്ല. ഈ ശുഗപരബ്രഹ്മ ഋഷിയുടെ മുന്നിൽ യാചന പോലെ അവർ ചോദിച്ചു, ശുഗപരബ്രഹ്മ ഋഷി, അങ്ങ് ഭൂമിയിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്കറിയാം. 7ാമത്തെ ദിവസം തക്ഷക ദർശനമേറ്റ് മരിക്കാൻ ശാപമുള്ള പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിക്കാൻ, മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ, അല്ലേ? ഈ ദിവ്യമായ അമൃത് അങ്ങ് പരീക്ഷത്തിന് കൊണ്ടുകൊടുത്തോളൂ. ദേവലോകത്തല്ലാതെ ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും അനുഭവിക്കാൻ കിട്ടാത്ത അമൃത് ഭൂമിയിലേക്ക് തന്നുവിടുന്നു. അങ്ങത് പരീക്ഷത്തിന് കൊടുത്തോളൂ. അമൃതുണ്ണുന്ന ആളുകൾക്ക് ജരാനരയില്ല, രോഗമില്ല, മരണമില്ല. അമൃത് കൊടുത്തോളൂ. പകരം അങ്ങയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാഗവതാമൃതത്തെ ഞങ്ങൾക്ക് ഉപദേശിക്കാവോ? ഈ ദിവ്യമായ അമൃത പരീക്ഷത്തിന് കൊടുക്കുമ്പോൾ പകരമായിട്ട് ഞങ്ങൾക്ക് എന്തു മതി? പരീക്ഷത്തിന് ഉപദേശിക്കാൻ വച്ച ഭാഗവതം. ഒരു നിമിഷം ശുഗപരബ്രഹ്മ ഋഷി കണ്ണുകൾ അടച്ചെന്നും ധ്യാനിച്ചെന്നും പിന്നെ കണ്ണുകൾ തുറന്ന് പുഞ്ചിരിയോടുകൂടി ദേവന്മാരോട് പറഞ്ഞെന്നുവാ, ദേവന്മാരെ നിങ്ങളീ കൊണ്ടുവന്നിരിക്കുന്ന അമൃത് ശ്രീമദ് ഭാഗവതത്തിന്റെ മുന്നിൽ എത്രയോ നിസ്സാരവ. കൊക്കാച കൊമണ്ണുർ മഹാൻ. ഒരു വിശേഷപ്പെട്ട രത്നത്തിന്റെ സമീപത്ത് മുത്തോ മരതകമോ വൈഢൂര്യമോ ഏതെങ്കിലും ഒരു രത്നത്തിന്റെ സമീപത്ത് ഒരു കരിക്കട്ട കൊണ്ടുവച്ചാൽ എങ്ങനെയിരിക്കും? കൊക്കാച കൊമണ്ണുർ മഹാൻ. അത്രയേ ഉള്ളൂ. ശ്രീമദ് ഭാഗവതത്തിന്റെ സമീപത്തെ അമൃത് പോലും ശ്രദ്ധിച്ച് കേൾക്കണേ സജ്ജനങ്ങളെ.
ജരാനരയിൽ നിന്നും, രോഗത്തിൽ നിന്നും, എന്തിന് മരണത്തിൽ നിന്ന് പോലും രക്ഷിക്കാൻ കഴിയുന്ന അമൃത് ശ്രീമദ് ഭാഗവതാമൃതത്തിന്റെ മുന്നിൽ ഒരു കരിക്കട്ടയ്ക്ക് സമാനമാണ്. കാരണം പറഞ്ഞു, കേവലം വിഷത്തിൽ നിന്നോ ജരാനരയിൽ നിന്നോ മരണത്തിൽ നിന്നോ രക്ഷിക്കാനേ അമൃതിന് കഴിയൂ എങ്കിൽ ജനനത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഒരുപോലെ ജീവനെ ഉയർത്താൻ, രക്ഷിക്കാൻ കഴിയുന്ന അമൃതാണ് ഭാഗവതം. ഒന്നുകൂടി പറയാം, ജനനത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഒരു ജീവനെ രക്ഷിക്കാൻ കഴിയുന്ന ഔഷധം. അതാണ് നാളെ മുതൽ 7 ദിവസങ്ങളിലായിട്ട് ഇവിടെ പ്രവഹിക്കുന്നു. കേവലം മരണത്തിൽ നിന്ന് മാത്രമേ അമൃതിനെ രക്ഷിക്കാൻ കഴിയൂ എങ്കിൽ ഇനി ജനിക്കാനും മരിക്കാനും ഇടവരാത്ത പരമപദമായ മുക്തിയിലേക്ക് ജീവനെ എത്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു പുരാണമാണ് ഭാഗവതം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരീക്ഷത്തിന് 7 ദിവസം ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു. 7ാമത്തെ ദിവസം കാലപാമ്പ് തക്ഷകൻ വന്ന് പരീക്ഷത്തിന്റെ ശരീരം ദഹിപ്പിച്ചു. 7ാമത്തെ ദിവസം നമുക്ക് കേൾക്കാം, ദേഹോഹി ഗരളാഗ്നിന, യാതൊന്നും അവശേഷിപ്പിക്കാതെ പരീക്ഷത്തിന്റെ ശരീരത്തെ വിഷാഗ്നി കൊണ്ട് ഭസ്മമാക്കി തക്ഷകൻ. എന്നാൽ അതിന് വളരെ മുൻപേ തന്നെ പരീക്ഷത്തിന്റെ ശരീരം വിട്ട് ജീവൻ 4 തൃക്കൈകളോടുകൂടിയ ശംഖചക്ര ഗദാപത്മധാരിയായ മഹാവിഷ്ണുവിന്റെ രൂപത്തെ പ്രാപിച്ചു, വൈകുണ്ഠത്തിലേക്ക് എത്തി. ഇത് സത്യലോകത്തിലിരുന്ന ബ്രഹ്മദേവൻ കണ്ടു. ബ്രഹ്മാവിന് അത്ഭുതം. സാധാരണഗതിയിൽ ദുർമൃതി സംഭവിക്കുന്ന ജീവന് മുക്തിക്ക് അർഹതയില്ല, പെട്ടെന്ന് നേടിയെടുക്കാൻ സാധ്യമല്ല. ഇതെന്തുകൊണ്ടാണ്? പാമ്പ് കടിയേറ്റ്, അതും ബ്രാഹ്മണ ശാപം കൊണ്ടുണ്ടായ പാമ്പ് കടി. അങ്ങനെ ഒരാൾക്ക് മുക്തി കിട്ടിയത് ഒരു തവണ ഭാഗവതം കേട്ടു എന്നതാണോ കാരണം? വേഗം തന്നെ ബ്രഹ്മദേവൻ തൻ്റെ മുഖത്ത് നിന്ന് ഉദ്ഭവിച്ച 4 വേദങ്ങളും 17 പുരാണങ്ങളും 108 ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും സംഹിതകളും ഒക്കെ അവിടെ എത്തിച്ചു. അതോലയത്ത് സാധനാന്യജ, അതോലയത്ത് തുലനം ചെയ്തു, തൂക്കി നോക്കി എന്നൊക്കെ സാമാന്യം നമുക്ക് പറയാം. ഒരു തുലാസ് കൊണ്ടുവന്നു, അതിൻ്റെ ഒരു തട്ടില് 4 വേദം, 108 ഉപനിഷത്ത്, 17 പുരാണം, ഉപപുരാണം ഒക്കെ വെച്ചു. ഭാഗവതം മറ്റൊരു തട്ടിൽ വെച്ചു. എന്നിട്ട് ഭാരത്തെ തൂക്കി നോക്കി എന്ന് സാമാന്യേന നമ്മൾ ചിന്തിച്ചോളൂ. അപ്പൊ ബ്രഹ്മാവിന് ബോധ്യപ്പെട്ടു, ഭാഗവത ഗ്രന്ഥം ഇരിക്കുന്ന തട്ടിനാണ് ഭാരം കൂടുതൽ. കാരണം ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി. ഭാഗവതത്തിന്റെ ഏറ്റവും വലിയ മാഹാത്മ്യം നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഭാഗവതം എന്നാൽ ഇതൊരു പുരാണം മാത്രമല്ല, ഇതൊരു ശാസ്ത്രം മാത്രമല്ല, പിന്നെയോ ഇത് പ്രത്യക്ഷ ശ്രീകൃഷ്ണ സ്വരൂപമാണ്. 12 സ്കന്ധങ്ങളിലായി 335 അധ്യായങ്ങളിലായി 18,000 ഗ്രന്ഥസംഖ്യയോടുകൂടിയ ഭാഗവതം പ്രത്യക്ഷ ശ്രീകൃഷ്ണ സ്വരൂപം. 32 അക്ഷരങ്ങളുടെ കൂട്ടത്തിനൊരു ഗ്രന്ഥം എന്ന് പേര്. അങ്ങനെയുള്ള 18,000 ഗ്രന്ഥം എത്ര അക്ഷരങ്ങളാണ്? അത്രയും അക്ഷരങ്ങളിലും ആര് പ്രകാശിക്കുന്നു? ഭഗവാൻ വൈകുണ്ഠപുരത്തപ്പൻ ശ്രീകൃഷ്ണ പരബ്രഹ്മ സ്ഥിതി ചെയ്യുന്നു, ചൈതന്യം പിടികൊള്ളുന്നു. ആ പരബ്രഹ്മ സ്വരൂപിയാണ് ഭാഗവതം. ഭാഗവതത്തിന്റെ മാഹാത്മ്യമായിട്ട് പറഞ്ഞു. പണ്ടൊരിക്കൽ ശ്രീനാരദൻ ഭൂമി മുഴുവൻ ചുറ്റി നടന്ന് കാണുമ്പോൾ കലിയുഗം ആരംഭിച്ചിട്ടുണ്ട് ഭൂമിയിൽ. ഈ കലിയുഗത്തിന്റെ അവസ്ഥയൊന്ന് അറിയാൻ തന്നെയാണ് നാരദന്റെ പര്യടനം. എവിടെയും നാരദൻ കണ്ടത് കഷ്ടതകൾ മാത്രമാണ്. സത്യം നാസ്തി, ഒരിടത്തും സത്യം പറയുന്ന ആളുകളെ നാരദൻ കണ്ടില്ല. തപ
ശൗചം ദയാദാനം ന വിദ്യതേ. തപസ് ചെയ്യുന്നവരില്ല, ദയ ആർക്കും ആരോടുമില്ല, ദാനമില്ല, ശുദ്ധിയില്ല. നാരദൻ കണ്ടു. ഒന്നും നല്ലതായിട്ടും പണ്ഡിതാസ്തു കളത്രേണ രമന്തേ മഹിഷായിവ പുത്രസ്യോത്പാദനേ ദക്ഷ അദക്ഷ മുക്തിസാധനേ. നല്ല അറിവുള്ള പണ്ഡിതന്മാരുടെ അവസ്ഥയാണ്. മഹിഷ ഇവ രമന്തേ, പൂത്തുകളെ പോലെ ജീവിക്കുക. സന്താനങ്ങളെയൊക്കെ സൃഷ്ടിക്കാൻ പുത്രസ്യ ഉത്പാദനേ ദക്ഷ, ഇതിലൊക്കെ സാമർഥ്യമാണ്. അദക്ഷ മുക്തിസാധനേ, എന്നാൽ അറിവ് പകർന്നു കൊടുക്കുന്നതില് ഒരു താല്പര്യവുമില്ല. പണ്ഡിതന്മാരെങ്ങനാണെങ്കിൽ പിന്നെ അറിവില്ലാത്തവന്റെ അവസ്ഥ. എല്ലാ ഭവനത്തിലും നാരദൻ ചെല്ലുമ്പോ കേൾക്കാം, ഭാര്യാഭർത്താക്കന്മാര് തമ്മിൽ കണ്ടാൽ ദമ്പതീനാം ച കൽക്കനം, ഭാര്യയും ഭർത്താവും നേർക്കുനേരെ കണ്ടാൽ കലഹമാരംഭിച്ചു. അന്നം വിൽക്കുന്നു, അട്ടശൂല ജനപദാഹ, അറിവ് വേദം വിൽക്കുന്നു, ശിവശൂല വിജാതയ, ലക്ഷ്യബോധമില്ലാതെ നടക്കുന്നു സ്ത്രീകള്, ഒക്കെ അമംഗളം. വിഷമിച്ച നാരദൻ വൃന്ദാവന ഭൂമിയിൽ വന്നു. 12 വയസ്സുവരെ കൃഷ്ണൻ ബാലലീലകളാടി സമൃദ്ധമാക്കിയ വൃന്ദാവനത്തിന്റെ അവസ്ഥയൊന്നറിയാം. അവിടെ ചെന്നപ്പോ നാരദനെ കാത്തിരുന്നത് അതിലും സങ്കടകരമായ ഒരു രംഗം. ഇതുവരെ കണ്ട പല കാഴ്ചകളും കണ്ടു നാരദൻ അവിടെ നിന്ന് വിട്ടു പോന്നു. പക്ഷെ ഈ വൃന്ദാവനത്തിലെ കാഴ്ച നാരദനെ പിടിച്ചു നിർത്തി. അതിസുന്ദരിയായൊരു സ്ത്രീ ഇരുന്ന് പൊട്ടിക്കരയുന്നു. അവളുടെ സമീപം ധാരാളം ദാസിമാര് ദാസന്മാരുണ്ട്. ഇവളെ ആശ്വസിപ്പിക്കുന്നു, അവര് വേങ്ങലടിക്കുന്നുണ്ട്. ഈ സുന്ദരിയുടെ ദുഃഖം കണ്ട നാരദൻ അടുത്തേക്ക് ചെന്നു. അപ്പോൾ 2 വൃദ്ധന്മാർ അവരുടെ മടിയില് ജ്ഞാന വൈരാഗ്യ നാമാനവും. ഈ സുന്ദരി നാരദനെ കണ്ട നിമിഷം തന്നെ ചാടി എഴുന്നേറ്റു. ഭോ ഭോ സാധോ ക്ഷണം തിഷ്ഠ, ഒരു നിമിഷം നിൽക്കണേ മഹാത്മാവേ. മച്ചിന്താമപിനാശയ, എന്റെ സംശയങ്ങൾ മാറ്റിയിട്ടേ പോകാവൂ. സാധൂനാം ദർശനം ലോകേ സർവഥാ അഘഹരം പരം. സാധു സജ്ജനങ്ങളുടെ ദർശനം പാപം നശിപ്പിക്കും. നമ്മൾ അറിയണം, ഈ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ, പുണ്യസ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ, പുണ്യാശ്രമങ്ങളിൽ പോകുമ്പോൾ, ഇത്തരം സത്സംഗങ്ങൾ നടക്കുന്ന സങ്കേതങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ സംഭവിക്കുന്നതാ അഖഹരം. അഖം എന്നാൽ പാപം, അഖഹരം പാപം നശിക്കും. ഇപ്പൊ ഈ യജ്ഞശാലയിൽ ഭക്തിയില്ലാതെ താല്പര്യമില്ലാതെ ഒരാൾ വന്നിട്ടുണ്ട്, അങ്ങനെ ഒന്ന് വിചാരിക്കൂ. ഇവിടെ വളരെ താല്പര്യത്തോടെ വൈകുണ്ഠപുരത്തപ്പൻ്റെ ഒരു ഭക്തനും ഇക്കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. ആ ഉത്തമനായ ഭക്തനെ ഒന്ന് കണ്ടു, അല്ലെ, ആ ആളിൽ നിന്നൊരു വാക്ക് കേട്ടു, ഒരു പ്രസാദം വാങ്ങി, മതി. സാധൂനാം ദർശനം ലോകേ സർവഥാ അഗഹരം വിദു. ഗുരുവായൂരമ്പലത്തിലൊക്കെ പോകുമ്പോ, ശബരിമലയിൽ പോകുമ്പോ നമുക്കറിയാം, സുഖമായിട്ട് ദർശനം ആർക്കും കിട്ടാറില്ല. ഇവിടുന്ന് പോകുമ്പോഴേ ഏകദേശം നമ്മളത് ഉറപ്പിക്കാറില്ലേ, അല്ലെ? ഗുരുവായൂർ പോകുമ്പോൾ ഇവിടുന്നാണെങ്കിൽ 2-2.5 മണിക്കൂർ 3 മണിക്കൂർ യാത്ര ചെയ്യണം. അവിടെ ചെന്നാൽ കുറഞ്ഞതൊരു 2 മണിക്കൂർ ക്യൂവിൽ നിൽക്കണം. ഒരു 5-5.5-6 മണിക്കൂർ കഷ്ടപ്പാട്. ദർശനം എത്ര സമയമാണ്? ഈ 6 മണിക്കൂർ കഷ്ടപ്പെട്ടില്ലേ, അതുകൊണ്ട് 5 മിനിറ്റ് നിന്ന് തൊഴുതോളൂ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. 2 സെക്കൻഡ് 3 സെക്കൻഡ് 5 സെക്കൻഡിൽ കൂടുതൽ കിട്ടാൻ ഒരു സാധ്യതയും ഇല്ല. അപ്പൊ ഭഗവാനെ ദർശിച്ച മതിവരലല്ല കൂടുതലും. സത്സംഗങ്ങളിൽ പങ്കെടുക്കാൻ ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഉത്തമ ഭഗവത് ഭക്തർ വരും.
അവരുടെ ഒരു ദർശനം നമ്മളിൽ പതിക്കുമ്പോ പരിശുദ്ധരാവും. ഞാനിത് സൂചിപ്പിക്കുമ്പോഴൊക്കെ പറയാറുള്ള ഒരു കഥ ദേവീ ഭാഗവതത്തിൽ പറയും. പണ്ടൊരിക്കല് ഗംഗാദേവിയും സരസ്വതി ദേവിയും തമ്മിലൊരു ശാപം, ഒരു തർക്കം. ദേവീ ഭാഗവതം നവരാത്രിക്ക് കേൾക്കാവല്ലോ. ഗംഗാദേവിയും സരസ്വതി ദേവിയും തമ്മിലൊരു ശാപം കൊണ്ട് ഗംഗാ ഭൂമിയിൽ വന്ന നദിയായിട്ട് ഒഴുകേണ്ട ഒരവസ്ഥ. ഗംഗാ നദി മഹാവിഷ്ണുവിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഞാൻ എത്ര കാലം ഭൂമിയിൽ ഒഴുകണം വിഷ്ണു, ഞാൻ എന്താ ചെയ്യേണ്ടത്? വിഷ്ണു പറഞ്ഞു, പാപികളൊക്കെ നീരിറങ്ങി സ്നാനം ചെയ്യും, അതോടെ അവര് പരിശുദ്ധരാവും, അവ നശിക്കും. അത് കേട്ടതോടെ ഗംഗയ്ക്ക് സങ്കടം വർദ്ധിച്ചു. ഗംഗാദേവി ചോദിച്ചു, ഈ കോടിക്കണക്കിന് വർഷം ഭൂമിയിൽ ജീവിക്കുമ്പോ കോടിക്കണക്കിന് പാപികൾ എന്നിലിറങ്ങി സ്നാനം ചെയ്യുമ്പോ അവര് പരിശുദ്ധരാവും, പക്ഷെ അവരുടെ പാപം മുഴുവൻ ഞാനല്ലേ ഏറ്റെടുക്കേണ്ടത്? എന്നിലേക്ക് കടന്നു വരുന്ന പാപത്തെ ഞാൻ എങ്ങനെ നശിപ്പിക്കണം? ഗംഗാദേവിയുടെ സംശയ ചോദ്യം വ്യക്തമല്ലേ അല്ലേ? പാപികൾ എന്നിൽ സ്നാനം ചെയ്യുമ്പോൾ അവര് പരിശുദ്ധരാവുമെങ്കിൽ പാപികളുടെ പാപം എവിടെ വന്നു? ഗംഗയിൽ വന്നു. ഈ മഹാപാപം മുഴുവൻ ഞാൻ എങ്ങനെ നശിപ്പിക്കും എന്നാണ് ഗംഗയുടെ ചോദ്യം. അതിന് മഹാവിഷ്ണു കൊടുത്ത മറുപടി, എന്റെ ഉത്തമനായൊരു ഭക്തൻ എന്നാണോ ഗംഗ നിന്നിലിറങ്ങി സ്നാനം ചെയ്യുന്നത്, ആ ഭക്തന്റെ സ്പർശനം കൊണ്ട് നീ പരിശുദ്ധയാവും. നോക്കൂ, പാപികളുടെ പാപത്തെ കളയുന്ന ഗംഗയെ പോലും പരിശുദ്ധമാക്കാൻ കഴിയുന്നവന്റെ പേരാണ് വിഷ്ണു ഭക്തൻ. നാളെ മുതൽ 7 ദിവസം അതല്ലേ ഇവിടെ സംഭവിക്കുക. ഈ പറഞ്ഞതുപോലെ കർക്കിടക മാസത്തിന്റെ സമർപ്പണം, ദശാവതാര ചാർത്തിന്റെ പ്രാധാന്യം, സപ്താഹയജ്ഞത്തിന്റെ മഹത്വം, ഈ നാടിന്റെ നാനാഭാഗത്തുമുള്ള ഭക്തന്മാരുടെ ഒത്തുകൂടല്, പാപപരിഹാരം, പാപനാശത്തിന് ഇതിലും നല്ലൊരു വഴി വേറെയില്ല. ഇപ്പൊ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും യജ്ഞശാലയിലേക്ക് പോകുന്നുള്ളൂ. ഇവിടെ വന്നിരിക്കുന്നത് തന്നെയാണ് നമുക്ക് പുണ്യം. നാരദന്റെ സ്തുതിച്ചു. ആ സുന്ദരി നാരദൻ ആരാണ് എന്നൊക്കെ ചോദിച്ചപ്പോ അവള് പറഞ്ഞു, അഹം ഭക്തിരിതി ഖ്യാത, എന്നെ എല്ലാവരും ഭക്തി എന്നാണ് വിളിക്കുന്നത്. ജ്ഞാനവൈരാഗ്യ നാമങ്ങളുള്ള പുത്രന്മാരാണ് എന്റെ മടിയിൽ കിടന്നത്. അത്ഭുത നാരദന് തോന്നി, നല്ല യൗവനയുക്തയായ അതിസുന്ദരിയായ സ്ത്രീയാണ് ഭക്തി. ഇത്രയും വൃദ്ധരായ മക്കളോ ഈ അമ്മയ്ക്ക്? നാരദനോട് അവള് കഥ പറഞ്ഞു. കലിയുഗം ആരംഭിച്ചപ്പോ ഞാനും വൃദ്ധാവസ്ഥ പ്രാപിച്ചു. അനേകം ദേശങ്ങളിൽ സഞ്ചരിച്ചിട്ടും എനിക്ക് മാറ്റം വന്നില്ല. ഈ വൃന്ദാവനത്തിൽ കാലുകുത്തിയതോടെ എനിക്ക് യൗവനം കിട്ടി, പക്ഷേ മക്കൾക്ക് ശ്രേയസില്ല. നാരദൻ വേഗം തന്നെ ഈ ഭക്തിപുത്രന്മാർക്ക് ശ്രേയസ്സിനെ നേടിക്കൊടുക്കാൻ വേണ്ടി തനിക്കറിയാവുന്ന വേദമന്ത്രങ്ങളും സൂക്തങ്ങളും ബുദ്ധമന്ത്രങ്ങളും ഗീതകളും ഒക്കെ അവിടെ തൊട്ട് ജപിച്ചു. ഭക്തിപുത്രന്മാർക്ക് ഒരു മാറ്റവും അവിടെ ഉണ്ടാവുന്നില്ല. ഒടുവിൽ ഒരു അശരീരി തന്നെ ഉണ്ടായി. നാരദ മഹർഷി, അങ്ങയുടെ ഉദ്യമം സഫലമാവും, അതിന് ഈ ചെയ്ത സത്കർമ്മങ്ങൾ പോരാ. ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ സത്കർമ്മമാണ് ചെയ്യേണ്ടത്. അതങ്ങേക്ക് അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ, അനുഷ്ഠിക്കൂ. നാരദൻ എത്ര ചിന്തിച്ചിട്ടും ആ സത്കർമ്മം അറിയാൻ കഴിഞ്ഞില്ല. വേഗം ഭക്തിയെയും പുത്രന്മാരെയും ആശ്വസിപ്പിച്ചിരുത്തി സത്കർമ്മം അന്വേഷിച്ചു നടന്നു. പലരോടും ചോദിച്ചെങ്കിലും ഉത്തരം കിട്ടിയില്ല. അവരൊക്കെ പറഞ്ഞു, നാരദ മഹർഷി, അങ്ങേക്കറിയാത്ത സത്കർമ്മം ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാണ്? നാരദനെ കണ്ട് വഴിമാറി നടക്കാൻ തുടങ്ങിയ ആളുകള് അങ്ങനെ സനകാദികൾ എന്നു പേരായ നാരദന്റെ ജ്യേഷ്ഠന്മാരുടെ മുന്നിലെത്തി. നാരദന്റെ ദൈന്യത നിറഞ്ഞ മുഖം കണ്ടപ്പോൾ തന്നെ അവര് ചോദിച്ചു, എന്താ ദുഃഖം? ഇങ്ങനെ നിന്നെ കണ്ടിട്ടില്ലല്ലോ. ഒക്കെ നാരദൻ പറഞ്ഞു കൊടുത്തു. ഒരു പുഞ്ചിരിച്ചു പറഞ്ഞു, കലിയുഗം കാണാനാണ് നീ ഇറങ്ങിത്തിരിച്ചതെങ്കിലും ആ കലിബാധ നിന്നെ നന്നായിട്ട് വ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭാഗവതമാണ് സത്സംഗമായിട്ട് ഭഗവാൻ ശരീരിയിലൂടെ പറഞ്ഞത്.
നാരദന് പെട്ടെന്ന് ഓർമ്മ വന്നു. ആ കാളിന്തി തീരത്ത് ആനന്ദകടൻ എന്ന പുണ്യസ്ഥലത്ത് ഇതുപോലെ യജ്ഞശാലയൊക്കെ ഒരുക്കി ഭഗവാന്റെ ദിവ്യകോമളമായ വിഗ്രഹമൊക്കെ പ്രതിഷ്ഠിച്ചു. സനകാദികൾ ആചാര്യന്മാരായിക്കൊണ്ട് ഭാഗവത യജ്ഞം. സജ്ജനങ്ങൾ ഒരുപാട് വന്നു ചേർന്നു. ഭദ്രദീപമൊക്കെ കൊളുത്തി മഹാത്മ്യം പറയാൻ സനകാദികൾ ഒരുങ്ങുമ്പോൾ ഒരു വലിയ ആരവം ആ യജ്ഞശാലയ്ക്ക് ഏറ്റവും മുന്നില്, സജ്ജനങ്ങളുടെ മുന്നില് എല്ലാവരും നോക്കി. ഒരു കൂട്ടം ആളുകള് ആ യാഗശാലയിലേക്ക് ഊടിയെടുക്കുകയാണ്. അവരടുത്തേക്ക് വരുംതോറും ശബ്ദം വ്യക്തമാവുന്നുണ്ട്. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ഭഗവാന്റെ നാമങ്ങൾ കീർത്തനങ്ങൾ പാടി നൃത്തം ചെയ്താണ് വരുന്നത്. വരുന്ന ആളുകളെ നാരദന് നന്നായി മനസ്സിലായി. വൃന്ദാവനത്തിൽ താൻ ആശ്വസിപ്പിച്ചിരുത്തിയിട്ട് പോന്ന ഭക്തിമാതാവ് എല്ലാ ശാരീരികമായ വൈഷമ്യങ്ങളും മാറി, വൃദ്ധാവസ്ഥ മാറി, നല്ല യൗവനയുക്തരായ ജ്ഞാനവൈരാഗ്യങ്ങളാവുന്ന മക്കളോടുകൂടി യാഗശാലയിലേക്ക് വരുന്നു. അത്ഭുതം. ഭഗവാൻ പറഞ്ഞ സത്കർമ്മം ആരംഭിച്ചിട്ടേയുള്ളൂ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ ആപത്രയ വിനാശായ ശ്രീകൃഷ്ണായ മയം നുമാ. ആരംഭ ശ്ലോകം ചൊല്ലിയപ്പോ തന്നെ എന്താണോ ഭാഗവതത്തിൽ നിന്ന് കിട്ടേണ്ട ഫലം ഭഗവാൻ വിഷ്ണു പ്രദാനം ചെയ്തു കഴിഞ്ഞു. നോക്കൂ സജ്ജനങ്ങളെ, ഇന്നും അതല്ലേ. എത്രയോ സപ്താഹയജ്ഞ സത്സംഗ വേദികളിൽ ചെല്ലുമ്പോൾ അവിടെയൊക്കെ അനുഭവസ്ഥരായ ആളുകൾ വന്ന് പറയും, കഴിഞ്ഞ സപ്താഹയജ്ഞത്തില് സന്താനങ്ങളില്ലാതെ വളരെ കാലമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു ഞാൻ. സപ്താഹയജ്ഞ വേദിയിൽ വന്ന് സന്താന ഗോപാല ചരിതം കേട്ട് പ്രാർത്ഥിച്ചു. ഭഗവാൻ സത്സന്താനത്തെ അനുഗ്രഹിച്ചു. ഈ നാട്ടിലും ഉണ്ടാവില്ലേ അനുഭവം പറയാൻ ആളുകൾ. വിവാഹ തടസ്സം കൊണ്ട് വല്ലാതെ വിഷമിച്ചു. അവിടെ ഭഗവാന്റെ രുക്മിണീ സ്വയംവരത്തിന് പ്രാർത്ഥിച്ചു. നല്ല കുടുംബ ജീവിതം തന്നു. പറയാൻ ധാരാളമില്ലേ നമുക്ക് അനുഭവം. ഇപ്പൊ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ മഹത്വത മറ്റൊരിടത്ത് നിന്നും നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്ത അത്രയും വലിയ സദ്ഫലം, അതും വളരെ വേഗം ഭഗവാനിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം വളരെ പ്രാധാന്യമാണ്. ഈ 7 ദിവസങ്ങളെ പ്രാധാന്യത്തോടെ കാണുക. 5 മിനിറ്റ് കൂടി നമ്മൾ പറഞ്ഞതിലുണ്ട്. 8:10 ആയുള്ളൂ. 8:15 പറഞ്ഞിരുന്നത്. ശ്രീമദ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം ആ സദസ്സില് സനകാദി ഋഷീശ്വരന്മാര് പറയാൻ തുടങ്ങി. ആത്മദേവന്റെ പുത്രനായ ദുന്ധുകാരിയുടെയും ഒരു ഗോകർണന്റെയും കഥയൊക്കെ സജ്ജനങ്ങൾക്കറിയാം. ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ചെയ്ത് അധപ്പതിച്ചുപോയ ദുന്ധുകാരി ദുർമൃതി സംഭവിച്ചു. ദുർമരണം. സാധാരണഗതിയിൽ മരണം സംഭവിക്കുമ്പോ മരിക്കുന്ന ആളിന്റെ ശരീരത്തിൽ നിന്ന് 9 പ്രാണൻ ശരീരം വിട്ട ആ നിമിഷം, ആ സെക്കൻഡിൽ പുറത്തേക്ക് പോകുന്നതാണ്. 10ാമതൊരു പ്രാണനെ ശരീരത്തിൽ അവശേഷിക്കൂ. ധനഞ്ജയൻ എന്നാണ് ഈ പ്രാണന് പേര്. എപ്പോഴാണോ ശരീരം ചിതയിൽ വെച്ച് ദഹിപ്പിക്കുക, വലിയൊരു ശബ്ദത്തോടെ നടുഭാഗം വേർപെടുക, ആ സമയത്തെ ധനഞ്ജയൻ എന്ന പ്രാണൻ പുറത്തേക്ക് വരും. എന്നിട്ടാണ് ആ പ്രാണനെ 10 ദിവസമോ 16 ദിവസമോ അതിൽ കൂടുതൽ ദിവസമോ ദീക്ഷയെടുത്ത് കർമ്മം ചെയ്ത് പിതൃവാക്കി മാറ്റുക. കർക്കിടക വാവ് നമ്മൾ ഇന്നലെ ഭംഗിയായിട്ട് ഉണ്ടായി പിതൃക്കളെ സ്മരിച്ചു. ഈ പിതൃ എന്ന അവസ്ഥയിലേക്ക് എത്താൻ കഴിയാത്ത പ്രാണൻ എത്തുന്ന തലമാണ് പിശാച്. വേണ്ട രീതിയിലുള്ള പിതൃകർമ്മങ്ങൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ പിതൃവാവേണ്ട ധനഞ്ജയൻ പിശാച് എന്ന അവസ്ഥയിലെത്തും. ദുന്ധുകാരി പിശാചായിട്ട് മാറി. സഹോദരൻ ഗോകർണൻ
7 ദിവസങ്ങളിലായിട്ട് ഭാഗവതത്തെ പാരായണം ചെയ്ത് ഗോകർണൻ ദുന്ദുകാരിയെ കേൾപ്പിച്ചു. സൂര്യദേവനാണ് അതിന് ഉപദേശം കൊടുത്തതെന്നാണ്. ഗയാശ്രാദ്ധം പോലും മുട്ടിയിട്ട് ഗതി വരാത്ത തന്റെ സഹോദരന് എങ്ങനെ മുക്തി നേടിക്കൊടുക്കണം എന്ന് ചോദിക്കുമ്പോ സൂര്യദേവൻ ഉപദേശിച്ചു, ശ്രീമദ് ഭാഗവതാത് മുക്തി സപ്താഹം വാചനം ഗുരു. ഗോകർണ, നിന്റെ സഹോദരൻ എത്ര ദുഷ്കർമ്മം ചെയ്തവനാണെങ്കിലും മുക്തി ലഭിക്കും ശ്രീമദ് ഭാഗവതം കൊണ്ട്. അതെങ്ങനെ വേണം? സപ്താഹം, 7 പകലുകൾ കൊണ്ട് പാരായണം ചെയ്യൂ. അങ്ങനെ ഗോകർണൻ തന്റെ ഇല്ലത്ത് പാരായണം ആരംഭിച്ചു. ഒരു മുളന്തണ്ടിനുള്ളിൽ ഇരുന്ന് കേട്ടു ദുന്ദുകാരി. 7ാമത്തെ ദിവസം ഭാഗവതം സമർപ്പിച്ചപ്പോൾ ആ മുളന്തണ്ട് പൊട്ടി. അതിൽ നിന്ന് 4 തൃക്കൈകളോടുകൂടിയ ശംഖചക്ര ഗദാ പത്മധാരിയായ മഹാവിഷ്ണുവിനോട് തുല്യനായിട്ട് ദുന്ദുകാരി അവിടെ ദിവ്യമായ വിമാനം അവിടെ വന്നു. അതിൽ കയറി ഭഗവത് ലോകത്തെ പ്രാപിച്ചു. ദുന്ദുകാരിയോളം പാപം ചെയ്തവർ ഈ കൂട്ടത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല. അത്രയും പാപം ചെയ്ത ദുന്ദുകാരിക്ക് പോലും ഒരു തവണ ശ്രദ്ധയോടുകൂടി ഭാഗവതത്തെ കേട്ടപ്പോൾ മുക്തിയാണ് ലഭിച്ചതെങ്കിൽ നമ്മൾ എന്ത് തന്നെ ചെയ്യണം? 47 വർഷങ്ങളിലും ഒരുപക്ഷെ പൂർണ്ണമായിട്ടോ ഇനി അഥവാ ഇവിടെ വന്നിരുന്ന സമയത്ത് താല്പര്യത്തോടെയോ ഭാഗവതം കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ 48ാമത്തെ ദിവസം മനസ്സുകൊണ്ടൊരു തീരുമാനമെടുക്കൂ. ഈ മാഹാത്മ്യം സമർപ്പിക്കുകയാണ് നമ്മൾ. ഇപ്പോ ഒരു തീരുമാനമെടുത്തോളൂ. നാളെ മുതൽ 7 ദിവസവും എനിക്കിവിടെ വന്നിരിക്കാനുള്ള അനുഗ്രഹം, അനുവാദം ഭഗവാനെ അങ്ങ് തരണേ. എന്റെ വലിയൊരാഗ്രഹം. ഈ 47 വർഷവും ഇവിടെ യജ്ഞം നടന്നു എങ്കിലും എനിക്കിത് പൂർണ്ണമായിട്ട് കേൾക്കാനോ അറിയാനോ അവസരം കിട്ടിയിട്ടില്ല. ഈ വർഷം അനുഗ്രഹിക്കണം. ഇനി പൂർണ്ണമായിട്ടും വന്നിരിക്കാൻ കഴിയാത്ത, അതിന് സാഹചര്യം ഇല്ലാത്തവര് പ്രാർത്ഥിച്ചോളൂ. ഭഗവാനെ, ഞാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് വീണ് കിട്ടുന്ന ഇടവേള സമയങ്ങളിലൊക്കെയും ഇവിടെ വന്നിരിക്കാൻ തടസ്സങ്ങളൊന്നും ഉണ്ടാവാതെ ഭഗവാൻ അനുഗ്രഹിക്കണം. സജ്ജനങ്ങളെ, നമ്മളൊക്കെ പല മുന്നൊരുക്കങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ 7 ദിവസം എങ്ങനെ ഇവിടെ വരണം, എന്തൊക്കെ ചെയ്യണം, ചെയ്യാതിരിക്കണം, പോണം ഒക്കെ. പക്ഷെ നമ്മുടെ തീരുമാനങ്ങളല്ല, ഭഗവാന്റെ ഒരു തീരുമാനം കൂടി ഉണ്ടാവണം. അതിന് എല്ലാവരും പ്രാർത്ഥിക്കുക. ദുന്ദുകാരിക്ക് മാത്രമേ മുക്തി ലഭിച്ചുള്ളൂ എന്ന വിഷമത്തില് ഗോകർണൻ വീണ്ടും ഒരു സപ്താഹം. ആ സപ്താഹത്തോടെ ഗോകർണനും അവിടെ കൂടിയ സജ്ജനങ്ങളും ഭഗവത്ഗതിയിലേക്ക് എത്തി. ആദ്യത്തെ തവണ ദുന്ദുകാരിക്ക് മാത്രം മുക്തി കിട്ടാൻ കാരണം ശ്രവണ ഭേദമാണെന്നും വിഷ്ണു പാർഷദന്മാര് പറഞ്ഞു. ദുന്ദുകാരിയോളം ശ്രദ്ധ, ദുന്ദുകാരിയോളം താല്പര്യം മറ്റാർക്കും ഭാഗവതത്തിൽ ആദ്യം ഉണ്ടായില്ല. അതുകൊണ്ടാണ് അവർക്ക് അനുഗ്രഹം ഭഗവാൻ കൊടുക്കാതിരുന്നത്. നമുക്കും ദുന്ദുകാരിക്കുണ്ടായതുപോലെ ഭക്തി ശ്രദ്ധയോടെ ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്. നമ്മൾ വന്നിരിക്കുന്ന സമയം വളരെ കുറഞ്ഞ സമയമാണെങ്കിലും 1 മണിക്കൂറേ യജ്ഞശാലയിൽ വരാൻ കഴിയുന്നുള്ളൂ, മതി. ആ 1 മണിക്കൂർ സമയം നമ്മുടെ മനസ്സിവിടെ പൂർണ്ണമായിട്ടും